മന്ത്രിമാറ്റം നടക്കാത്തതിൽ മുഖ്യമന്ത്രിക്കെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ തിരുവനന്തപുരത്ത് നടന്ന നേതൃയോഗത്തിലെ PC ചാക്കോയുടെ സംഭാഷണം 24-ന് കിട്ടി. ഘടകകക്ഷികളുള്ള കീഴ്വഴക്കങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചെങ്കിൽ തനിക്ക് വലിയ പബ്ലിസിറ്റി കിട്ടിപ്പോയെന്ന് NCP നേതൃയോഗത്തിൽ PC ചാക്കോ തുറന്നടിച്ചു. ഈ തീരുമാനം തെറ്റാണെങ്കിൽ എന്തിനു മുഖ്യമന്ത്രിയെ കാണണം? മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു ചേഞ്ച് വേണോ, നിങ്ങളതിൽ നിർബന്ധം പിടിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്രീ ശരത് പവാറിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനമാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനമാണ്, അങ്ങനെ നടപ്പാക്കണം. അതിനപ്പുറത്തോട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് പലതും പറയാമായിരുന്നു. ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ എന്താണ്, ഘടകകക്ഷികളുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് പറയാം. എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാം. എനിക്ക് ഇടതുപക്ഷ മുന്നണിയിൽ കാര്യം ഉന്നയിക്കാം. നല്ല പബ്ലിസിറ്റി കിട്ടും. എനിക്ക് നല്ല മുറിക്ക് കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചാൽ അല്ലെങ്കിൽ കൊള്ളുന്ന അമ്പുകൾ പോലെ എഴുതി വിടാം. തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഷെഫീദ് റാവുത്തറാണ് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ NCP ആവശ്യപ്പെട്ടിട്ടും മന്ത്രിയെ മാറ്റാത്തത് NCP നല്ല അമർഷമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സ്വകാര്യമായിട്ടൊക്കെ തന്നെ PC ചാക്കോ പലപ്പോഴും പറയാറുണ്ട്. എന്നാലൊരു പൊതുവിൽ അദ്ദേഹം ഇത് പറയുന്നു, ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി അംഗീകരിക്കാതെ പോകുന്നു എന്നുള്ള അമർഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കണ്ടത്. അപ്പോൾ അത് PC ചാക്കോയ്ക്ക് നല്ല അതൃപ്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഷെഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. ഷെഫീദ്, കേൾക്കാൻ കഴിയുമെങ്കിൽ ഷെഫീദ് പറയൂ, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു പ്രസംഗം നടത്തിയത്? ഷെഫീദ്, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ പറയൂ, എന്താണ് ശരി സംഭവിച്ചത്? PC ചാക്കോ ഇങ്ങനെ മുഖത്തടിച്ച് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാവുന്ന പോലെ തന്നെ മന്ത്രിമാറ്റ ചർച്ചയും കടന്ന് മുന്നണി മാറ്റ ചർച്ചയിലാണ് ഇപ്പോൾ NCP ഉള്ളത്. ആ സമയത്താണ് വീണ്ടും മന്ത്രിമാറ്റ ചർച്ച സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അന്ന് വലിയ കീറാമുട്ടിയായിരുന്നു ഈ മന്ത്രിമാറ്റ ചർച്ചകളും തുടർന്നുണ്ടായ വിവാദവും. ഒടുവിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടു. അതൊരു അസ്വാഭാവിക രീതിയാണെന്ന് അന്നേ NCP സംസ്ഥാന നേതൃത്വത്തിലെ പല നേതാക്കൾക്കും അഭിപ്രായമുണ്ടാവുകയും അതടക്കം അവർ പരോക്ഷമായി പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നടന്ന നേതൃയോഗത്തിലെ PC ചാക്കോയുടെ സംഭാഷണം പുറത്തു വരുന്നത്. അതിൽ ഈ മന്ത്രിമാറ്റ ചർച്ചയിൽ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു പാർട്ടിയുടെ മന്ത്രിമാറ്റ ചർച്ചയിൽ മുഖ്യമന്ത്രി തീർപ്പ് കൽപ്പിച്ചതിനെ PC ചാക്കോയുടെ എതിർപ്പടക്കമുള്ള കാര്യങ്ങൾ ആ സംഭാഷണത്തിലുണ്ട്. പാർട്ടി തീരുമാനം നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെന്ന PC ചാക്കോ ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ദേശീയ നേതൃത്വം ശരത് പവാർ എടുത്ത തീരുമാനമാണെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചു. എന്നാൽ മന്ത്രിമാറ്റത്തിന് നിർബന്ധം പിടിക്കരുത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമെന്നും അപ്പോൾ ഘടകകക്ഷികളുള്ള കീഴ്വഴക്കങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് തനിക്ക് പറയാമായിരുന്നു, എന്നാൽ താനത് പറഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചെങ്കിൽ തനിക്ക് വലിയ പബ്ലിസിറ്റി കിട്ടിയേനെ. അതിനപ്പുറത്തേക്ക് തനിക്ക് പറയാമായിരുന്നെങ്കിലും ഒന്നും താൻ പറഞ്ഞില്ലെന്ന് PC ചാക്കോ ആ നേതൃയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. AK ശശീന്ദ്രൻ അടക്കം പങ്കെടുത്ത നേതൃയോഗത്തിലാണ് PC ചാക്കോയുടെ ആ തീരുമാനം, ആ നിലപാട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മുന്നണി മാറ്റ ചർച്ചയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും നീക്കങ്ങൾ നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു ആലോചന NCPക്ക് ഇല്ല എന്ന് AK ശശീന്ദ്രൻ പറയുമ്പോൾ പോലും അത് സംബന്ധിച്ചടക്കം വലിയ വിവാദം NCPക്കുള്ളിൽ നടക്കുന്നുണ്ട്. മന്ത്രിമാറ്റ ചർച്ചയിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അത് പാർട്ടിക്കുള്ളിൽ എത്രത്തോളം അസ്വാരസ്യമുണ്ടാക്കിയെന്ന PC ചാക്കോയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. SKN. ഓക്കെ, താങ്ക് യു.